ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൊറിയർ ഇൻറ്റഗ്രൽ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഫൊറിയർ ഇൻറ്റഗ്രലിൻ്റെ ഫോമുല എന്താണെന്നും അതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ ഫോമുല എന്താണെന്നും ഒക്കെ കണ്ടു. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ -∞ to infinity, then we can represent f of x as f of x is equal to integral from 0 to infinity a omega cos omega x plus b omega sin omega x d omega, where ഇതിലെ കോഎഫിഷ്യൻസ് എ ഒമേഗ കാണാനുള്ള ഫോമുല 1/π ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആൻഡ് ഡി ഒമേഗ എന്ന് പറയുന്നത് 1/π ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ട് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കാണുന്ന മെത്തേഡും 1-2 പ്രോബ്ലംസും അതുപോലെ തന്നെ ഫൊറിയർ ഇൻ്റഗ്രൽ ഓഫ് ഈവൺ ആൻഡ് ഓഡ് ഫങ്ഷൻസ് വരുമ്പോൾ ഈ ഫോർമുലയിൽ ഒരു ചെറിയ ചേഞ്ച് വരുന്നതും എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇനി നമ്മൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആൻഡ് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന പാർട്ടാണ് നോക്കുന്നത്. അതായത് നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ഫൊറിയർ സീരീസ് പഠിച്ചപ്പോഴും ഫൊറിയർ സൈൻ സീരീസ് ആൻഡ് ഫൊറിയർ കൊസൈൻ സീരീസ് എന്ന് പറയുന്ന 2 പാർട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ഇൻ 0 ഇൻഫിനിറ്റി, അതായത് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് -∞ to infinity എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ്റെ കേസായിരുന്നു. ഇപ്പോൾ പറയുന്നത് ഇൻ കേസ് ഇഫ് ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ആൻഡ് ഇഫ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു അൻ ഈവൺ ഫംഗ്ഷൻ ഓർ എൻ ഓഡ് ഫംഗ്ഷൻ ഇൻ -∞ ഇൻഫിനിറ്റി. അതായത് നമ്മുടെ 0 to infinity ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ നമുക്ക് -∞ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലേക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് ഫൊറിയർ സൈൻ ഇൻ്റഗ്രലായിട്ടും ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലായിട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിളും നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് 0 to infinity എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ ഒരു രീതിയിലാണെങ്കിൽ ഓക്കെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതിനെ ഒന്നുകിൽ നമുക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഈ ഒരു 0 to infinity എന്നുള്ള ഇൻ്റർവെല്ലിൽ നിന്ന് -∞ to infinity അതിന് ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് ഈ ആദ്യം കൊടുത്തിരിക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇത് വരുന്നത്. അപ്പോൾ അതായത് -∞ തൊട്ട് 0 വരെയുള്ള ആ ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -x എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന ഗ്രാഫാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് നമുക്ക് ഈവൺ എക്സ്റ്റൻഷൻ എന്ന് പറയാം. അപ്പോൾ വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ട് ഉള്ള ഒരു എക്സ്റ്റൻഷൻ. ഓക്കെ, ഇതിനെയാണ് ഈവൺ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി അടുത്തത് ഇതിനെന്ന് പറഞ്ഞാൽ ഈ ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫിന് ഇതിനെ അവിടെ നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്തതിന് പകരം നേരെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഒറിജിന് സിമെട്രിക് ആയിട്ടുള്ള രീതിയിൽ നേരെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ വരുന്നത് അതായത് എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു -f ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ ഓഡ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഒരേ ഫംഗ്ഷനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഈവൺ എക്സ്റ്റൻഷനായിട്ടും ഓഡ് എക്സ്റ്റൻഷനായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ 2 രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻ്റഗ്രലാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഒന്ന് കൊസൈൻ ഇൻ്റഗ്രലും അതല്ലെങ്കിൽ സൈൻ ഇൻ്റഗ്രലും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഇതിൻ്റെ 2ൻ്റെയും ഫോമുല പറയാം. കൊസൈൻ ഇൻ്റഗ്രലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity a omega cos omega x d omega മാത്രം വരും അല്ലേ. നമ്മുടെ ആദ്യത്തതിനകത്ത് കോസ് ഒമേഗ എക്സിൻ്റെ ടേമും പിന്നെ സൈൻ ഒമേഗ എക്സിൻ്റെ ടേമും ഉണ്ടായിരുന്നു. ഇനി ഇവിടെ കൊസൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ എന്ത് മാത്രമേ വരുള്ളൂ, കോസ് ഒമേഗ എക്സ് ഉള്ള ആ ഒരു പോർഷൻ മാത്രമേ വരുള്ളൂ. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity a omega cos omega x d omega, വേർ ഇപ്പോൾ ഇതിൽ ഈ ഒരു കോഎഫിഷ്യൻ്റ് എ ഒമേഗ കാണാനുള്ള ഫോമുല 2/π ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഫോമുല മാറിപ്പോവരുത്. ഓക്കെ, മറ്റേ ആദ്യം പറഞ്ഞിടത്ത് 1/π ഇൻ്റഗ്രൽ -∞ to infinity ആയിരുന്നു. ഇവിടെ 2/π ഇൻ്റഗ്രൽ 0 to infinity ആണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെയാണ് ഫൊറിയർ സൈൻ ഇൻ്റഗ്രലും. ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോമുല എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity b omega sin omega x d omega. ഇതിൽ b omega എന്ന് പറയുന്നത് എന്ത് വരും, b omega is equal to
ഇവിടെ വീട്ടില്ല. ബി ഒമേഗ എന്ന് പറയുന്നത് എന്താ വരിക? 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻ ഇൻ്റഗ്രലും കൊസൈൻ ഇൻ്റഗ്രലും. ഈ ഫോമുല രണ്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കാണാൻ അല്ലെങ്കിൽ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കാണാനാണ് ചോദിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക? ഈ ഫോമുല യൂസ് ചെയ്ത് ചെയ്യുക കേട്ടോ. ഇതിൽ ആദ്യത്തെ പ്രോബ്ലം നോക്കൂ. റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ എക്സ് where x greater than 0 and k greater than 0 as a Fourier cosine and sine integral. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലും ചെയ്യണം, സൈൻ ഇൻ്റഗ്രലും ചെയ്യണം. രണ്ട് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കൊസൈൻ ഇൻ്റഗ്രൽ കാണാം. കൊസൈൻ ഇൻ്റഗ്രൽ കാണാൻ വേണ്ട കോഎഫിഷ്യൻ്റ് എ ഒമേഗയാണ്. എ ഒമേഗ ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അതാണ് ഫോമുല അല്ലേ. ഇവിടെ 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിൻ്റെ ഫോമുല ഇ റേസ് ടു മൈനസ് കെ എക്സ് ആണ്. ഇ റേസ് ടു മൈനസ് കെ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. 2/π ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമുക്കറിയാലോ ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ്. അതിൻ്റെ ഫോമുല നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇ റേസ് ടു എ എക്സ് by a square plus b square a cos bx plus b sin bx. ആ ഫോമുല നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് മൈനസ് കെയും ബി എന്ന് പറയുന്നത് ഒമേഗയും ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് കെ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആവും. പിന്നെ എ കോസ് ബി എക്സ് എന്നുള്ളത് മൈനസ് കെ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് എന്നുള്ളിടത്ത് ഒമേഗ സൈൻ ഒമേഗ എക്സും വരും. ഓക്കെ, അപ്പോൾ ആ ഫോമുല അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്ത ഫോമുലയാണ്. ദെൻ അപ്ലൈ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. ഇപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ്. അത് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നാണ് ആദ്യം തന്നെ വരിക. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായി? 2/π ഇൻറ്റു ആദ്യത്തെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 0 ആയിട്ട് പോകും. ദെൻ മൈനസ്, ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ ഇ റേസ് ടു 0 എക്സ്, ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് കെ കോസ് 0. മൈനസ് കെ ഇൻറ്റു കോസ് 0 1 ആണ്. അപ്പോൾ മൈനസ് കെ ഇൻറ്റു 1 വരും. ദെൻ പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ 0. സൈൻ 0 0 ആണ്. അപ്പോൾ ഇത് വരും 2/π. പിന്നെ ഇവിടെ ഒരു രണ്ട് മൈനസ് ഉണ്ടല്ലോ, ഒരു മൈനസ് ഇവിടെ ഒരു മൈനസ് ഇവിടെ, രണ്ട് മൈനസ് ഇവിടെ പ്ലസ് ആവും. ദെൻ കെ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ 2/π കെ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അതാണ് എ ഒമേഗ കിട്ടിയത്. എ ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എഴുതാമല്ലോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എ ഒമേഗയുടെ കൂടെ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കൊടുത്തു. ദെൻ 2k ബൈ പൈ കെ സ്ക്വയർ ഒമേഗ സ്ക്വയർ വരും. പിന്നെ അതിൻ്റെ കൂടെ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ അത്രയും കൂടി എഴുതിയാൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടി. അതിൽ 2kയും പൈയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് പുറത്തെടുത്ത് 2k ബൈ പൈ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ കൊസൈൻ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ചെറിയൊരു ഫോമുല, ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് എഴുതാം. ഇവിടെ എന്ത് ചെയ്യുക? ഈ ഒരു സംഭവം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ, അതിൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 2k ബൈ പൈ അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ പൈ ബൈ 2k ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് കെ എക്സ് അല്ലേ. അപ്പോൾ എന്ത് വരും?
Integral 0 to infinity cos omega x by k square plus omega square d omega is equal to pi by 2k e raised to minus kx എന്ന് വരും. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈ ഒരു രീതിയിൽ വന്നാൽ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കുക. ഇതിപ്പോൾ ഈ ഒരു ഫോർമുല അറിഞ്ഞിരുന്നാൽ ചില പ്രോബ്ലത്തിലൊക്കെ ഡയറക്റ്റ് ഈ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതല്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈൻ ഇൻ്റഗ്രലും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ രീതിയിൽ സൈൻ ഇൻ്റഗ്രൽ കാണണം. സൈൻ ഇൻ്റഗ്രൽ കാണുമ്പോൾ നമുക്ക് കാണേണ്ട കോഎഫിഷ്യൻറ്റ് ബി ഒമേഗ. സോ ബി ഒമേഗ ഈസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് കെ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ 2/π കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് കെ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സിന് നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സിൻ്റെ ഇൻ്റഗ്രൽ അല്ലേ, ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ഒമേഗ എക്സ് മൈനസ് ബി കോസ് ഒമേഗ എക്സ്. ആ ഫോർമുല യൂസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയതാണ് ആ ഫോർമുല. അപ്പോൾ അത് ചെയ്യുക. നേരത്തെ ചെയ്ത അതേ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ഇവിടെയും അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ടേം വരുമ്പോൾ അതങ്ങ് 0 ആയിട്ട് പോവും. പിന്നെ ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഏതാ വരിക? ഈ ഒരു ടേം അല്ല, ഇ റേസ് ടു 0 എന്ന് പറയുമ്പോൾ 1 വരും. ഓക്കെ, 2/π കോൺസ്റ്റൻ്റ് പുറത്തുണ്ട്. ദെൻ 1/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ദെൻ ആദ്യം ലോവർ ലിമിറ്റിൻ്റെ ഒരു മൈനസ് പുറത്തും. പിന്നെ വരുന്നത് ഏതാണ്? -k sin 0, അത് 0 ആയിട്ട് പോയി. ദെൻ മൈനസ് ഒമേഗ കോസ് 0, അതായത് മൈനസ് ഒമേഗ എന്ന് വരും അല്ലേ. അപ്പോൾ 2 മൈനസ് കൂടി പ്ലസ് ആയി ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. 2/π ഇൻറ്റു ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അവിടെ ഇനി ബി ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ അല്ലേ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബി ഒമേഗയുടെ വാല്യൂ ഇതാണ്. അപ്പോൾ കൊടുത്താൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കിട്ടിയത് 2 ഒമേഗ ബൈ പൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അതിൻ്റെ കൂടെ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ കൂടി വരും. സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ വരിക. ഇതിൽ 2ഉം പൈയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ. 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. ഇവിടെ നമുക്ക് ആ ഒരു ഇൻ്റഗ്രലുള്ള ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ എന്നുള്ള ആ ഒരു പാർട്ട് ആ സൈഡിൽ വെച്ചാൽ ഈ 2/π എന്നുള്ളത് അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു π/2 ഇ റേസ് ടു മൈനസ് കെ എക്സ്. ഇതും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ബോക്സിനകത്താക്കി വെച്ചിരിക്കുന്നത്. ആ ഫോർമുല പഠിച്ചു വെച്ചാൽ പ്രോബ്ലത്തിലൊക്കെ ഈ ഒരു രീതിയിലുള്ള ഇൻ്റഗ്രൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആസ് എ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. ഓക്കെ, ഈ ഒരു ഫംഗ്ഷന് നമുക്ക് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫോർമുല അറിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. എ ഒമേഗ എന്താണ്? എ ഒമേഗ ആദ്യം കാണാം. കൊസൈൻ ഇൻ്റഗ്രലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എ ഒമേഗയാണ് കോഎഫിഷ്യൻറ്റ് അല്ലേ. അപ്പോൾ എ ഒമേഗ ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 ടു 1. അതെങ്ങനെ 0 ടു 1 ആയത്? ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 ടു 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ്.
0 to 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ 1. 1ന് മുകളിലുള്ള എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുന്നിടത്തൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ പിന്നെ ആ ഒരു എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസിൽ ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 0 തൊട്ട് 1 വരെ മാത്രമേ ഫംഗ്ഷൻ്റെ വാല്യൂ കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്നുള്ളത് 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. 2/π ഇൻ്റഗ്രൽ 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ്. 2/π കോൺസ്റ്റൻറ്റ്. ദെൻ ഇൻ്റഗ്രൽ കോസ് ഒമേഗ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ വരും. ലിമിറ്റ് 0 to 1 ആണ്. അപ്പോൾ 2/π ഇൻറ്റു ദെൻ സൈൻ ഒമേഗ എക്സ്, അതിൻ്റെ അപ്പർ ലിമിറ്റ് 1. അപ്പോൾ സൈൻ ഒമേഗ 1, അതായത് സൈൻ ഒമേഗ എന്ന് വരും അല്ലേ. സൈൻ ഒമേഗ ബൈ ഒമേഗ മൈനസ്, പിന്നെ 0 കൊടുത്താൽ സൈൻ 0 എന്ന് വരും. അത് 0 ആണ്. അത് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോയി. സോ 2 സൈൻ ഒമേഗ ബൈ പൈ ഒമേഗ, അതാണ് നമ്മുടെ എ ഒമേഗ കിട്ടിയിരിക്കുന്നത്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ അല്ലേ. അപ്പോൾ ആ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ, ദെൻ അതിൻ്റെ കൂടെ എന്ത് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ കൂടി എഴുതിയാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് ആയി. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/1 + x സ്ക്വയർ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആസ് എ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ആദ്യം എ ഒമേഗ കാണാം. എ ഒമേഗ എന്ന് പറയുന്നത് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1 + x സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ ആ പ്രോബ്ലം ചെയ്ത സമയത്ത് ഒരു ഫോമുല ബോക്സിലിട്ട് വെച്ചിരുന്നു. എന്തായിരുന്നു ആ ഫോമുല? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു π/2k e⁻−kx. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ ആ ഒരു ബോക്സിലിട്ട് വെച്ച് ഈ ഒരു ഫോമുലയാണിത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബോക്സും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. കോസ് ഒമേഗ എക്സ് ഡി എക്സ് അതാണ് ഇവിടെയുള്ളത്. ഇവിടെ അതുപോലെ താഴെ 1 + x സ്ക്വയർ. അപ്പോൾ 1 + x സ്ക്വയർ എന്നുള്ളിടത്ത് ഇവിടെ ഉള്ളത് k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അതുപോലെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലുമാണ്. അപ്പോൾ ഇവിടെ ഫോമുലയിൽ എന്താണ് വരുന്നത്? π/2k ഇൻറ്റു e⁻−kx ആണ് അല്ലേ. അപ്പോൾ രണ്ട് ഫോമുലയും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിൽ വരുമ്പോൾ നമുക്ക് താഴെ k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 + x സ്ക്വയർ, അതായത് k എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കാം അല്ലേ. 1 സ്ക്വയർ പ്ലസ് ഒമേഗയ്ക്ക് പകരം വരുന്നത് ഇവിടെ x ആണ്. അപ്പോൾ 1 + x സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഫോമുല എന്താണ്? π/2k e⁻−kx ആണ്. അപ്പോൾ ഇവിടെ x ഉള്ളിടത്ത് ഇവിടെ നമുക്കുള്ളത് ഒമേഗയാണ്. അപ്പോൾ π/2 k എന്നുള്ളത് 1 ആണല്ലോ. അപ്പോൾ π/2 e⁻−ഒമേഗ എന്നാണ് വരിക അല്ലേ. -k 1 ആണ്. അപ്പോൾ -1 ഇൻറ്റു x എന്നുള്ളതിന് ഒമേഗ, അപ്പോൾ -1 ഇൻറ്റു ഒമേഗ എന്നാണ് വരുന്നത്. സോ 2/π ഓൾറെഡി അവിടെ പുറത്തുള്ള ഈ 2/π ആണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു ഫോമുലയിലുള്ള π/2 e⁻−ഒമേഗ, അത് ആ ഫോമുല നമ്മൾ നേരത്തെ എഴുതിയ ഫോമുല ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇവിടെ യൂസ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇത് ആ ഫോമുല അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് അത് ചെയ്ത് വരുമ്പോൾ കുറേ ലെങ്തി ആവും. ഈ ഒരു ഫോമുല അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് വന്നു? നമുക്ക് ഈ ഒരു π/2ഉം 2/πയും ക്യാൻസലായിട്ട് പോവും. അപ്പോൾ പിന്നെ ബാക്കി വരുന്നത് e⁻−ഒമേഗ മാത്രമാണ്. സോ ദ വാല്യൂ ഓഫ് എ ഒമേഗ ഈസ് e⁻−ഒമേഗ. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ്. ഇപ്പോൾ എ ഒമേഗയുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് ഒമേഗയാണ്. സോ ഇ റേസ് ടു മൈനസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിന് ഇതേ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആൻഡ് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. അപ്പോൾ ഇവിടെ 0 to പൈ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളത്, സൈൻ എക്സ് ആയിട്ടുള്ളത്. അല്ലാത്തടത്ത് എക്സ് ഗ്രേറ്റർ ദാൻ പൈ വരുന്നിടത്തൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കാണാൻ ആദ്യം അതിൻ്റെ കോഎഫിഷ്യൻ്റ് എ ഒമേഗ കാണാം. 2/π ഇൻ്റഗ്രൽ 0 to പൈ എടുക്കാൻ കാരണം മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ 0 to പൈയിലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ സൈൻ എക്സ് ഉള്ളത്. പൈ തൊട്ടിട്ട് ബാക്കി എല്ലായിടത്തും 0 ആണ്. സോ 0 to പൈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സൈൻ എക്സ് ആണ്. ദെൻ സൈൻ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഈ സൈൻ എ കോസ് ബി എന്നുള്ളതിന് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ബൈ 2 ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം, സൈൻ എക്സ് കോസ് ഒമേഗ എക്സ് എന്നുള്ളതിനെ മാറ്റി എഴുതാം. അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്നുള്ളത് സൈൻ എക്സ് പ്ലസ് ഒമേഗ എക്സ്, അതായത് സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. പ്ലസ് സൈൻ എ മൈനസ് ബി എന്നുള്ളത് സൈൻ എക്സ് മൈനസ് ഒമേഗ എക്സ് വരും. സോ സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് എന്നും വരും. പിന്നെ ഹോൾ ബൈ 2 വരും. ഈ 2ഉം ക്യാൻസൽ ചെയ്യും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് ആണ്. പുറത്ത് 1/π ഉണ്ട്. ദെൻ മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ. പിന്നെ അതുപോലെ തന്നെ സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ മൈനസ് കോസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് ബൈ 1 മൈനസ് ഒമേഗ. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് പൈ ആണ്. പൈ കൊടുക്കുമ്പോൾ 1/π പുറത്ത്. ദെൻ അപ്പർ ലിമിറ്റ് പൈ കൊടുത്താൽ മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ ബൈ 1 പ്ലസ് ഒമേഗ മൈനസ് രണ്ടാമത്തെ ടേം കോസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു പൈ ബൈ 1 മൈനസ് ഒമേഗ. ദെൻ 0 അല്ലേ, ലോവർ ലിമിറ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് കോസ് 0 മൈനസ് മൈനസ് രണ്ട് ലോവർ ലിമിറ്റിൻ്റെ മൈനസും പിന്നെ ഇവിടെ ഇതിൻ്റെ കൂടെയുള്ള ഈ മൈനസ് രണ്ടും കൂടെ വരുമ്പോൾ പ്ലസ് ആവും. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ബൈ 1 പ്ലസ് ഒമേഗ. അടുത്ത ടേമിലും മൈനസ് മൈനസ് പ്ലസ് ആയി. അവിടെയും കോസ് 0 ബൈ 1 മൈനസ് ഒമേഗ, അതായത് 1 ബൈ 1 മൈനസ് ഒമേഗ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇതിനകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇതെന്ത് വരും, മൈനസ് കോസ് പൈ പ്ലസ് പൈ ഒമേഗ എന്നാവും അല്ലേ. കോസ് പൈ പ്ലസ് പൈ ഒമേഗ. നമുക്കറിയാം കോസ് പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ് അല്ലേ. കോസ് പൈ പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൈ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻറ്റിൽ വരും. പിന്നെ കോസ് പൈ ആഡ് ചെയ്യുമ്പോൾ കോസിന് മാറ്റമൊന്നുമില്ല, കോസ് തന്നെ. തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് കോസ് തീറ്റ, അതായത് മൈനസ് കോസ് പൈ ഒമേഗ എന്ന് വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ പുറത്തുള്ള ഒരു മൈനസും പിന്നെ ഈ ഒരു മൈനസും കൂടെ കൂടി അത് പ്ലസ് ആയി. അതാണ് കോസ് പൈ ഒമേഗ എന്ന് എഴുതിയിരിക്കുന്നത് അടുത്ത സ്റ്റെപ്പിൽ. കോസ് പൈ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ. അതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിലും കോസ് പൈ മൈനസ് അതിലെന്താ വരിക, കോസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പൈ മൈനസ് പൈ ഒമേഗ, കോസ് പൈ മൈനസ് പൈ ഒമേഗ. ഇതെന്താ വരിക, കോസിന് മാറ്റമൊന്നും വരില്ല. പിന്നെ പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പം പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും കോസ് നെഗറ്റീവാണ്. സോ മൈനസ് കോസ് പൈ ഒമേഗ അല്ലേ, മൈനസ് കോസ് പൈ ഒമേഗ എന്ന് വരും. അപ്പോൾ അവിടെയും മൈനസും പിന്നെ ഈ മൈനസും കൂടെ കൂടി പ്ലസ് ആവും. അപ്പോൾ പ്ലസ് കോസ് പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ എന്ന് വരും. പിന്നെ ഈ രണ്ട് ടേമും നമുക്ക് LCM എടുത്ത് ആഡ് ചെയ്യുക. 1 ബൈ 1 പ്ലസ് ഒമേഗയും 1 ബൈ 1 മൈനസ് ഒമേഗയും കൂടി LCM എടുത്ത് ആഡ് ചെയ്താൽ you will get 2 by 1 minus omega square.
അതിനുശേഷം ഈ ആദ്യത്തെ രണ്ട് ടേമിലും ഇതേപോലെ തന്നെ നമ്മൾ LCM എടുത്ത 1 പ്ലസ് ഒമേഗയും 1 മൈനസ് ഒമേഗയും എന്താക്കാം 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്നുള്ളത് LCM ആയിട്ട് എടുക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2 കോസ് പൈ ഒമേഗ എന്ന് വരും. അതിന് ഇവിടെയുള്ള ഈ 2 രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2 കോസ് പൈ ഒമേഗ പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കിത് ആഡ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ എ ഒമേഗയാണ് കിട്ടിയിരിക്കുന്നത്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ ഇങ്ങനെ 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 2π എന്നിങ്ങനെ വന്നത് ഇവിടെ 2 കോസ് പൈ ഒമേഗ പ്ലസ് 2 ഉണ്ട്. അപ്പോൾ 2 കോമൺ ആയിട്ട് അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ 2 ഇൻറ്റു കോസ് പൈ ഒമേഗ പ്ലസ് 1 എന്ന് വരും ബൈ താഴെ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഉണ്ട്. അതുപോലെ ഒരു 1/π പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൈയും കൂടെ പുറത്തുണ്ടാവും. ആ 2ഉം പൈയും കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്തതാണിത്. സോ 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് പൈ ഒമേഗ പ്ലസ് 1 ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോറിയർ കോസൈൻ ഇൻ്റഗ്രൽ ആയിട്ട് ആ ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.